ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഈ പാക്ക് ചെയ്യുന്നത് എന്താണെന്നറിയോ? റീനുവിനെ ഹോസ്റ്റലിലാക്കുകയാണ്. അവളുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 1 വീക്ക് ബാക്കുള്ള വിശേഷങ്ങളാട്ടോ. കുറേ ദിവസം നമ്മൾ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവളുടെ റൂമിൽ മൊത്തം സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിലാണെങ്കിൽ ഇന്ന് മൊത്തം പണിയായിരുന്നു. ഞാൻ പുറത്ത് പോയി വരില്ലോ അങ്ങനെയൊക്കെ. പിന്നെ നാത്തൂൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ തലേദിവസത്തെ ഫങ്ഷൻസൊക്കെ ഉണ്ടാവുമല്ലോ. 3-4 ദിവസം അവിടെ തന്നെ ആയിരുന്നു. അപ്പം അതിലോട്ടുള്ള ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ചിലപ്പോൾ നമ്മൾ പോവുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. കാരണം ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ ഇൻഫെക്ഷൻ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം അങ്ങനെ വിചാരിച്ചിരുന്നു ചിലപ്പം പോവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് നോക്കാം, വെറുതെ ഡ്രസ്സ് എടുക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇത്തങ്ങനെ പറഞ്ഞ് വരാനൊക്കെ. പിന്നെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കിയാൽ മതി, മാസ്കൊക്കെ ഇട്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം കാരണം ഈ കീമോ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇൻഫെക്ഷൻ വരാൻ പാടില്ല, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഈ വീഡിയോയിൽ പറയാനും കാരണം അതാണ്. കാരണം പലർക്കും ഒരുപാട് സീരിയസ് ഇഷ്യൂസ് വരുന്നത് കീമോൻ്റെ ഇടയ്ക്ക് ഇൻഫെക്ഷൻ വരുമ്പോഴാണ്. ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാൻ പാടില്ല. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ റെഡിയാക്കുന്നത്. കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് സെറ്റാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു മയിൽ വന്നിട്ടുണ്ടായിരുന്നു, പീക്കോക്ക്. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരൊക്കെ ഞാനൊരു ഇൻസ്റ്റഗ്രാം റീലിട്ടപ്പോൾ ആരൊക്കെയോ പറഞ്ഞിരുന്നു, വല്ലാണ്ട് ഈ ഒരു ഗസ്റ്റിനെ നിങ്ങൾ വീട്ടിലോട്ട് ക്ഷണിക്കണ്ട, കേട് വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോൾ രസമല്ലേ. പിന്നെ ഇതാ റോയിമോള് റോസു ഒക്കെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ റീനുവിൻ്റെ ഹോസ്റ്റലിലോട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി രാത്രി വന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ ഡ്രസ്സും ചേഞ്ച് ചെയ്യുന്നത്. ഇന്ന് നാത്തൂൻ്റെ മോളുടെ ഹൽദിയോ രംഗോലിയോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ പുതിയ പുതിയ ട്രെൻഡുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി കൂടുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഡ്രസ്സ് മഞ്ഞ വേണോ ചുവപ്പ് വേണോ കളർഫുൾ ആവണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കളർഫുൾ ആക്കാമെന്ന്. വെറുതെ ഈ മക്കൾക്ക് യെല്ലോ കളറിലൊക്കെ ഭയങ്കര എന്താ പറയുക പാർട്ടി വെയറൊക്കെ എടുത്തിട്ട് ഒരൊറ്റ ദിവസം ഇട്ടുള്ളൂ. എനിക്കിങ്ങനെ സത്യം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഞാൻ ഡ്രസ്സിന് ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഇല്ലായിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് തോന്നാറില്ല. കാരണം നമ്മൾ വെറുതെയാണ് ഒരൊറ്റ ദിവസത്തിന് ഇടുന്നതല്ലേ, ആവശ്യത്തിന് മാത്രം എടുക്കുക എന്നുള്ള രീതിയിലാക്കി കേട്ടോ. കാരണം എൻ്റെ മക്കളുടെ ആണെങ്കിലും ഞാൻ അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഇട്ടിട്ട് മക്കൾക്ക് ഇങ്ങനെ ഇതാക്കാറില്ല. മിനിമൽ ഡ്രസ്സ്. പിന്നെ ഫങ്ഷനൊക്കെ പിന്നെ എന്തായാലും വേണമല്ലോ. പക്ഷേ അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരുപാട് ഡ്രസ്സ് വാരിക്കോരി ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. അവരും നിർബന്ധം പിടിക്കാറില്ല കേട്ടോ. അങ്ങനെ ദാ റീനു വയലറ്റ്, റോസും റൂഹിയും റെഡ്, ഞാൻ പിങ്ക്, എല്ലാവരും ഒന്ന് വ്യത്യസ്തമാണെന്ന് വിചാരിച്ചു. കളർഫുൾ ആയിക്കോട്ടെ. കാരണം ഇന്ന് ഹൽദി ഡേ ആണ്. ഹൽദിക്ക് ഇപ്പോൾ യെല്ലോ തന്നെ വേണമെന്നില്ല, ആരെ കണ്ടുപിടിച്ചാണോ അതൊക്കെ. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റീനുവിൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ പോയി വന്നതിന് ശേഷം രാത്രി അവളുടെ ഞായറാഴ്ചയായിരുന്നു ഈ ഒരു ഫങ്ഷന്. അപ്പം അത് രാത്രി ഇങ്ങോട്ട് റീനുവിൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് റീനുവിനെ ഹോസ്റ്റലിലാക്കാൻ ഞങ്ങൾ പോകണം, അവളുടെ കോളേജിലോട്ട്. പിന്നെ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിപ്പം അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇക്ക മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻ്റനൻസ് കീമോയാണ്. അതായത് അത്ര ക്ഷീണമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ കീമോക്ക് നല്ല റേറ്റ് കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ ചെയ്യുന്നത് അത് ഒഴിവാക്കിയിട്ട് ഇപ്പം 2 ആഴ്ച കൂടുമ്പോൾ സ്ട്രോങ് കീമോ കൊടുക്കുന്നത്. അത് എന്താ പറയുക, ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കീമോണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ല ടയേർഡാണ് ആൾ. മുടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ മുമ്പും പോയിട്ടുണ്ട്. അപ്പം സത്യം പറയണമെങ്കിൽ എനിക്ക് വീഡിയോയിൽ അത് കാണിക്കണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ കുറേ ആൾക്കാർക്ക് ഒന്നുകൂടെ ഒരു മോട്ടിവേഷൻ വരാറുണ്ട്, ഇൻസ്പയർഡ് ആവാറുണ്ട്. പലരും പറയാറുണ്ട് എൻ്റെ വീഡിയോ കാണുമ്പം ഞങ്ങൾക്കൊരു സമാധാനമാണെന്ന്. അപ്പം തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ടാണ് വീഡിയോയിലൊക്കെ കാണുന്നത്. ഹാപ്പി തന്നെയാണ്, അൽഹംദുലില്ലാ. വേറൊരു കുഴപ്പമില്ല. ഇക്കാൻ്റെ ഈ ഒരു അസുഖം ഒഴികെ വേറെ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷം
അതൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ എൻ്റേത് കാണുമ്പം കുറേ പേർക്കൊരു ആശ്വാസമാവും. കാരണം അത്ര പ്രശ്നം ഉണ്ടാവില്ല പല വീടുകളിലും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ വലിയ വലിയ കാരണമാക്കിയിട്ട് ടെൻഷനാവും നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യം കാണുമ്പം ചിലപ്പോൾ അവരുടെ ടെൻഷനൊന്നും അല്ലാണ്ടായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. തീർച്ചയായിട്ടും അത് ഒരുപാട് ആൾക്കാർക്കൊരു സമാധാനമാവട്ടെ. കാരണം നമ്മൾ എന്താ പറയുക, ഇപ്പം എന്നെക്കാളും കുറേ ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരുടെ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം. കാരണം അത്ര ഒന്നും നമുക്ക് വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മളെപ്പോഴും നല്ല ആൾക്കാരെ, മീൻസ് നല്ലത് മാത്രമുള്ള ആൾക്കാരെ നോക്കരുത്, ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നോക്കുക. അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഹാപ്പിയാണ്. പിന്നെ ഇക്കാൻ്റെ മുടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പം എന്താ പറയുക, ഞാൻ മുമ്പ് ഒരു വർഷം മുമ്പെങ്ങാനും ഇതേപോലത്തെ കീമോ കൊടുത്തിട്ട് ഇക്കാൻ്റെ ഈ കീമോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ മൊട്ടാക്കിയിട്ടുണ്ടായിരുന്നു UAE സമയത്ത് ഇട്ടാ. പിന്നെ വീണ്ടും വന്നതാണ്. അത് വരും, മുടിയല്ലേ, പിന്നെയും വരും, അത്രേ ഉള്ളൂ. ചിലർക്ക് അതൊക്കെ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ലൈഫ് എന്താണോ അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾക്ക് അതിൽ കാണിക്കാനോ പറയാനോ ഒരു ഇത് വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനുള്ളത്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരുപാട് പ്രശ്നങ്ങൾ, എന്താ പറയുക, മുമ്പൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ ടെൻഷൻ അടിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോയിട്ട് ആലോചിക്കാൻ തന്നെ നേരമില്ല ഒന്നിനും. ഞാൻ ഈ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ നിൽക്കാറില്ല. നമ്മളെന്താണോ അറ്റ് പ്രസൻറ്റ് എന്താണോ അതങ്ങനെയാണ് മുന്നോട്ട് പോകും. അതങ്ങനെ പോകുന്നുണ്ട്. പടച്ചവനായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മ വരുത്താറുമില്ല. നമുക്കങ്ങനെ വലിയ ടെൻഷൻ ആക്കി തരാറുമില്ല. ഇത് ടെൻഷനുള്ള കാര്യം തന്നെയാണ്, സിമ്പിളായിട്ട് പറയില്ല. പക്ഷെ എന്നാലും നമുക്കിങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് പോകാനുള്ളൊരു മനസ്സ് പടച്ചവനായിട്ട് നമുക്ക് തരുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്, അൽഹംദുലില്ലാ. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് ടെൻഷൻ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ആ ടെൻഷൻ വരുത്താണ്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടായിരിക്കാം അങ്ങനെ, അൽഹംദുലില്ലാ. അപ്പോൾ ഇക്കാൻ്റെ കോലം കണ്ടില്ലേ. പിന്നെ അപ്പോൾ തൊപ്പി വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു തിരൂർക്ക് എത്തിച്ചേരാം, തൊപ്പി മീൻസ് പബ്ലിക്കായിട്ട് പോകുമ്പോൾ ഒരു തൊപ്പിയൊക്കെ ഉണ്ടായിക്കോട്ടെ, ഫങ്ഷന് പോവല്ലേ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. അപ്പം എന്താ പറയുക, എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഒരു രസമല്ലേ, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നാണ്. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര മടി നിൽക്കാൻ. പിന്നെ ഇക്കാനും കൂടി നിർത്തി. ഇക്കാക്ക് ക്യാപ്പില്ലാണ്ട് നിൽക്കാൻ. ക്യാപ്പ് ഇപ്പോൾ കൊണ്ടുവരുള്ളൂ, എൻ്റെ ഉപ്പ കൊണ്ടുവരുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. പിന്നെന്താ, പോകുന്ന വഴി നമ്മളെ ഷെഹർബാൻ, നമ്മളെ മാനേജർ, ഐഷാസ് കിച്ചൺ മാനേജർ, ആളൊന്ന് വഴിയിലിറക്കാനുണ്ട്. അവളാണ് ഇതുവരെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇറങ്ങി. കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞു, നമുക്ക് വേറെ എന്തോ പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ നമ്മളിതാ പോകുന്ന വഴിയിൽ റീനുവിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. കാരണം എനിക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ, ഞാനെല്ലാം ലാസ്റ്റ് മൊമെൻറ്റിലാണ് ചെയ്യുക. അപ്പോൾ റീനുവിന് ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒക്കെ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വാങ്ങിക്കാൻ പോകാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഉപ്പാനെടുത്ത ലിസ്റ്റ് കൊടുത്തു. ഉപ്പ സാധനങ്ങൾ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്ന് തന്നു. അതിൻ്റെ കൂടെ ഇക്കാക്ക് ക്യാപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ റീനുവിനോട് ചോദിക്കണം, അത് വേണോ ഇത് വേണോ എന്താ വേണ്ടതെന്നൊക്കെ. അപ്പോൾ റീനുവിന് സാധനം കൊടുക്കുന്നപ്പോൾ റൂഹി ചോദിക്കുന്നുണ്ട്, റൂഹിക്ക് ഇല്ലേ എനിക്കെന്താ തരാത്തതെന്നൊക്കെ. പിന്നെ ആദ്യം വിചാരിച്ചു നമ്മൾ ഈ ഒരു ഫംഗ്ഷന് പോവണ്ട, കല്യാണത്തിന് തലേന്നും വന്നൊക്കെ പോവാന്ന്. പക്ഷേ ഇക്കാക്ക് ഭയങ്കര നിർബന്ധം. കാരണം എൻ്റെ നാത്തൂന് നമ്മുടെ വീഡിയോയിലൊക്കെ എപ്പോഴും കാണുന്ന നാത്തൂനാണ്, ചെറിയ നാത്തൂനാണ്. പിന്നെ അവരുടെ മോള് മിന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾ വന്നാൽ, ഗൾഫിൽ നിന്ന് വന്നാൽ ഞങ്ങളുടെ കൂടെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. അവളുടെ കല്യാണമല്ലേ, അപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം. ആ ഒരു പരിപാടിക്ക് നമുക്ക് പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്നുള്ള രീതിയിലായതുകൊണ്ട്, അപ്പോൾ പിന്നെ ആ ഒരു വിഷമം വരരുതല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടിയില്ല, നമുക്ക് പോവാം, മാസ്കൊക്കെ ഇട്ടിട്ട് നല്ല കെയർഫുള്ളായിട്ട് പോവാം. കാരണം ഇത്രയും കാലം നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു, മീൻസ് ഇക്കാൻ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നത്. ഞാൻ നാത്തൂനോട് ഇങ്ങനെ തമാശയൊക്കെ പറയും, നമ്മളെ ആ ഒരു റിലേഷൻ കൊണ്ടായിരിക്കാം ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഇങ്ങനെ വന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പോകാൻ പറ്റിയല്ലോ. എന്നാലും 3 ദിവസം അടിപൊളിയായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം റാഹത്തായിട്ട് നടന്നു. ഇക്കാക്ക് അങ്ങനെ ക്ഷീണമൊന്നും വന്നില്ല. അതിന് മുമ്പൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളായിരിക്കും, പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് വരുന്ന പരീക്ഷണങ്ങളായിരിക്കും. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയായിരിക്കും. കാരണം ഇക്കാക്ക് ഇപ്പോൾ ക്ഷീണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകാനും പറ്റില്ല, ബുദ്ധിമുട്ടി നമ്മൾ പോവില്ലല്ലോ. പക്ഷേ കറക്റ്റ് സമയത്ത് കറക്റ്റ് ദിവസം ഇക്കാക്ക് ക്ഷീണവും വന്നില്ല, അൽഹംദുലില്ലാ. അപ്പോൾ പോകാനും പറ്റി. ഡോക്ടറാണെങ്കിലും പറഞ്ഞു പോയിക്കോളൂ, വീട്ടിലത്തെ കല്യാണം ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോകണമെന്നും പറഞ്ഞു.
അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഒരു ടെൻഷൻ വരുമ്പോൾ ആ ടെൻഷൻ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് അതറിയാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ നമുക്ക് ഓരോ ടെൻഷൻ തരുന്നത്. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് അവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് കരഞ്ഞു പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അത് നമ്മൾ മാനേജ് ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാ നല്ലത് വരുള്ളൂ എന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നാത്തൂൻ്റെ മൂത്ത മോന് ഷാലു, അവന് വന്നിട്ടുണ്ട് നാട്ടിൽ. അപ്പോൾ അതാ നമ്മുടെ മിന്നുവിൻ്റെ ഹൽദി ഡേ ആണെന്ന് കേട്ടോ. ശരിക്കും ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാലുവിൻ്റെ കല്യാണത്തിനും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇക്കാക്കും ഇതേപോലെ ഒരു കീമോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മിന്നുവിൻ്റെ കല്യാണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ആക്റ്റീവ് ആവണമെന്ന്. പക്ഷേ വീണ്ടും ഇങ്ങനെ വന്നു. എന്നാലും കുഴപ്പമില്ല. ഷാലുവിൻ്റെന് നമ്മൾ ഒട്ടും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. മിന്നുവിൻ്റെന് നമ്മൾ പങ്കെടുത്തല്ലോ, അത് തന്നെ ധാരാളം. പക്ഷെ എന്നാലും മാക്സിമം ആക്റ്റീവ് ആവാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ആക്റ്റീവ് ആവാനും പറ്റിയ എല്ലാ ചടങ്ങുകളിലും നമ്മൾ പങ്കെടുത്തു. അൽഹംദുലില്ലാ, അതന്നെ വലിയ കാര്യം. നമുക്ക് മീൻസ് എല്ലാം നമുക്ക് പറിച്ചോൻ തരില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും ഇൻഷാ അല്ലാ ഇനിയുള്ള ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ലപോലെ പങ്കെടുക്കാൻ പറ്റട്ടെ. അങ്ങനെ നമ്മുടെ മിന്നു ഹൽദി ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട്. അതിന് ബാക്കിലുള്ളത് നാത്തൂന് ഹിബയാണ് കേട്ടോ, ഷാലുവിൻ്റെ വൈഫ്. പിന്നെ ഈ ഒരു ഫങ്ഷനിൽ നാത്തൂൻ്റെ ബന്ധുക്കാർ, അതായത് നമ്മളെല്ലാവരും വീട്ടുകാർ, പിന്നെ അളിയൻ്റെ വീട്ടുകാർ, അങ്ങനെ അടുത്ത ബന്ധുക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ ഫങ്ഷനായിട്ടല്ല, എന്നാലും നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം വീട്ടിൽ, കാരണം കല്യാണത്തിൻ്റെ അന്നും കല്യാണത്തിന് തലേന്നും ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ വീട്ടുകാർക്ക് ഈ പ്രായമായവർക്കൊക്കെ ഒന്ന് ഒത്തുകൂടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫങ്ഷൻ, അത്രയേ ഉള്ളൂ. ഇക്കാലം വന്ന പാടന്നെ അവിടെ താഴത്തെ റൂം അടച്ചിട്ട് അവിടെ കിടത്തിയതായിരുന്നു. പക്ഷേ ആൾക്കാരൊക്കെ വന്നപ്പോൾ മൂപ്പർക്ക് എല്ലാവരും ഒന്ന് കാണണം, വർത്തമാനം പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുറത്തിറങ്ങി. ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങും, പിന്നെ റൂമിൻ്റെ അകത്ത് തന്നെ കയറും. അങ്ങനെ വല്ലാണ്ട് ഓപ്പണായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കേണ്ടാവും മാസ്കൊക്കെ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാസ്കൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റേജ് ഡെക്കറേഷനില്ലേ, അത് ഈ നാത്തൂൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചീൻ്റെ മോന്, അതായത് നാത്തൂൻ്റെ ഫ്രണ്ടാണ് ഈ ചേച്ചി. ആ ചേച്ചിയുടെ മോന് സാഗർ വേലായുധൻ എന്നാണ് പേര്. നല്ല അടിപൊളി പാടുന്ന, ഇവൻറ്റിലൊക്കെ പോയിട്ട് പാട്ട് പാടുന്ന നല്ലൊരു സിംഗറാണ്, പ്ലേബാക്ക് സിംഗറാണ്. കൂടാണ്ട് അവരിപ്പം ഇതുപോലെ സ്റ്റേജ് ഡെക്കറേഷൻസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഫോർഡബിളായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക സ്റ്റേജ് ഡെക്കറേഷൻസ് ആവശ്യമുള്ളവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇവർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഭയങ്കര കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് സെറ്റാക്കി കൊടുത്താണ്, എന്താ പറയുക അഫോർഡബിളായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ എവിടെയോ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ, ആ ഒരു യെല്ലോ തീം വെച്ചിട്ട്. ഇതൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്, ബ്രദറും സിസ്റ്ററും ഒക്കെ. അതിൽ 2 പേര് മിസ്സിങ് ആണ് കേട്ടോ. ഇത് മൂത്ത ബ്രദറും വൈഫും മക്കളും. പിന്നെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നില്ല, ബാക്കി എല്ലാവരും ഒന്ന് കണ്ടു നോക്കി കേട്ടോ. എല്ലാവരും വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറേശ്ശെ കഴിഞ്ഞു. ഫുഡൊക്കെ ഉണ്ടായിരുന്നു, ഫുഡിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാ ഞാൻ പറഞ്ഞിട്ടുള്ള സാഗർ വേലായുധൻ, ഇവർ തന്നെയാണ് ഈ ഒരു സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂത്ത നാത്തൂൻ്റെ മോനും പാടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ. ഇനി നമുക്ക് പുത്തനത്താണി ലാമസ്റ്റ് എന്ന ഒരു കഫേയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടു നോക്കാം. അതിനുശേഷം റീനുൻ്റെ വിശേഷങ്ങളോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് ലാമസ്റ്റിലെ ഒരു അടിപൊളി ഹൈബ്രിഡ് പിസ്സയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി പിസ്സ അവരുടെ മെനുവിലുണ്ട്. ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഇവിടുന്ന് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ക്രീമി ലോഡഡ് ഫ്രൈസ്, ഇതിൽ ചീസിൻ്റെ കുറച്ചൊരു മിസ്സിങ് ഉണ്ട്, പക്ഷേ എന്നാലും ആ ഒരു സോസ് നല്ല അടിപൊളി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. ഞാൻ ഇഷ്ടപ്പെട്ട് മാത്രം അതിൽ കൊടുക്കുന്നത്, ഇഷ്ടപ്പെടാത്തൊന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അതാണ് ഇതെല്ലതും അടിപൊളി എന്ന് പറയുന്നത്. ഇത് കീമ ബർഗർ, സാധാ ബർഗറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബർഗറാണ്. നല്ല മീൻ സ്റ്റൈലിലെ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ മാറ്റിപ്പോയി ബർഗറിന്. പിന്നെ എൻ്റെ ഫേവറേറ്റ്, ഇവിടുന്ന് എനിക്ക് എപ്പോഴും അത് ആലോചിക്കുമ്പോൾ, ആ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്, ബ്രോസ്റ്റഡ് ചിക്കൻ കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്, പുറമേ നല്ല ക്രിസ്പി, അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള കിഡു ടേസ്റ്റിലുള്ള നല്ല ബ്രോസ്റ്റഡ് ചിക്കനാണ്. പുത്തനത്താണി ഭാഗത്തുള്ളവർ ലാമസ്റ്റിലൊന്ന് പോയിട്ട്, കഫേ ലാമസ്റ്റിൽ എന്തായാലും പോയിട്ട്, ബ്രോസ്റ്റഡ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
പിന്നെ കഫേയിലൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രൈസ് ആയിരിക്കുന്നു. പ്രൈസിങ്ങിലൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് കോംബോ ഓഫേഴ്സൊക്കെ അവൈലബിൾ ആണ് ഇപ്പം. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യുക പുത്തനത്താണിയുള്ള കഫേ ലാ മസ്റ്റ് കേട്ടോ, മറക്കണ്ട. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ അറിയിക്കൂ, ഇവിടെ പോയവരുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇനി അടുത്തത് ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബോബ ബ്ലാസ്റ്റ്. ഇത് കുട്ടികളിലൊക്കെ ഫേവറേറ്റ് ആയിരിക്കും. ഇത് കണ്ടിട്ട് റോസ് കുറേ കരഞ്ഞു അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ഡ്രിങ്ക് കേട്ടോ. അതും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ആ ഒരു ബോബൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ലൊരു സ്പൈസി അറേബ്യത്ത പാസ്ത. ആ ഒരു പേര് പോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അധികം എന്താ പറയുക ഫ്ലേവർ ഇല്ലാത്ത എന്നാൽ നല്ല ഫ്ലേവറുള്ള ഒരു അടിപൊളി പാസ്ത. അതിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡ് കൂടി ഉണ്ട്. പിന്നെ ഇവിടുത്തെ ചിക്കൻ സ്റ്റേക്കും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് സോട്ട് ചെയ്തതും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിഷാണ്. ഇത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് സോസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടമാണ്. ഒരു ഹെൽത്തി ഡിഷ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഒരു മൈൽഡ് ടേസ്റ്റുള്ള ബട്ട് നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ആ ഒരു സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്തത് ചിക്കൻ ഡൈനമിറ്റ് പറയണ്ടല്ലോ. ഇവിടുത്തെ ഡൈനാമൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പീസ് ചിക്കനിലാണ് അവർ ഡൈനാമൈറ്റ് സോസ് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പേർക്കോ കഴിക്കാനുണ്ടാവും ഇത് എന്തായാലും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ക്രിസ്പി ഔട്ട് സൈഡ് ജ്യൂസി ഇൻസൈഡ് കേട്ടോ, നല്ല സോസും. ഇതാണ് ഗോവ സോൾട്ട് പഞ്ച്. ആ പുറമേയുള്ള ഗ്ലാസ്സിൻ്റെ പുറമേയുള്ളല്ലേ അത് ഉപ്പാണ്. അത് കൂട്ടിയിട്ട് ഇത് കുടിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക തരം ഡ്രിങ്ക്, നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ട് തോന്നും, വീണ്ടും കുടിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഡിഷസൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഡ്രിങ്കും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. വേറെയും ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് അടിപൊളി എന്ന് പറഞ്ഞത് കേട്ടോ. നൂഡിൽസ് ഉണ്ടായിരുന്നു. നൂഡിൽസ് ചിലർക്ക് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് ആ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല. ഹക്ക നൂഡിൽസ് ആയിരുന്നു. വേണമെങ്കിൽ ട്രൈ ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. എല്ലാവരുടെയും ഒരേ ടേസ്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനിയും ഒരുപാട് ഡിഷസ് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വെറൈറ്റി ഡിഷസ് വേണമെങ്കിൽ പുത്തനത്താണി ലാ മസ്റ്റിൽ, അത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരൂർ പുത്തനത്താണിയാണ് കേട്ടോ ഈ ഒരു ലാ മസ്റ്റ് ഉള്ളത്. അപ്പം കഫേ ലാ മസ്റ്റ് എന്തായാലും വിസിറ്റ് ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സും അറിയിക്കണം കേട്ടോ. അവിടുത്തെ മെനു ഞാൻ അവിടെ കൊടുക്കാം. സോ ഇനി നമുക്ക് റീനുവിനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയാലോ? ഹോസ്റ്റലിലല്ല, അവളുടെ കോളേജിൽ കൊണ്ടാക്കാം. ഇപ്പോഴും വായിൽ വരുന്നത് സ്കൂൾ എന്നാണ്. കാരണം സ്കൂൾ ലൈഫ് കഴിഞ്ഞിപ്പോൾ കോളേജിലായി എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലുണ്ട് വരുന്നില്ല. അപ്പം വിഷമമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിഷമിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എന്തായാലും അവൾക്ക് പഠിക്കാൻ പോകണം, പിന്നെ മക്കൾ എന്തായാലും നമ്മൾ വിട്ട് നിർത്തണം, ഒക്കെ ഉണ്ടാവുമല്ലോ ലൈഫിൽ. ഓരോ മൊമെൻറ്റിലും നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഓരോ മൊമെൻറ്റ്സ് വരും. അപ്പോൾ അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സങ്കടപ്പെടാൻ നിൽക്കുന്നുമില്ല. എന്തായാലും അവൾക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ വീട്ടിൽ ഇങ്ങനെ ബെഡിൽ അതും ഇട്ടിട്ട് പോകുന്ന ഇഷ്ടമില്ല. പോകുന്ന സമയത്ത് വീട് ക്ലീൻ ആക്കിയിട്ട് തന്നെ പോകണം. അപ്പോൾ നേരില്ലാത്ത നേരത്തെ ഞാൻ അതും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ടേബിൾ മൊത്തം അവളെ സാധനങ്ങൾ പരത്തി വെക്കുകയാണ്. ഇപ്പോഴും റീനുവിനാണെങ്കിലും റോസിനാണെങ്കിലും റോഹിക്കാണെങ്കിലും ഞാൻ തന്നെയാണ് ഒരു ഫൈനൽ ഇത് കൊടുക്കാറ്. അതായത് പാക്കിങ്ങിനാണെങ്കിലും എല്ലതും എൻ്റെ ഒരു അഭിപ്രായം കൂടി മക്കൾ ഇതുവരെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അതുപോലെയാണ് എല്ലാം സെറ്റാക്കി കൊടുക്കുക. ഇന്നലെ രാത്രി മുഴുവനും അത് സെറ്റാക്കി കൊടുക്കുക തന്നെയായിരുന്നു. ഒരു 1 മണിക്കൊക്കെ ആയി നമ്മൾ കിടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബെഡ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. കാരണം ഇപ്പം തന്നെ ഹോസ്റ്റലിൻ്റെ ബെഡ് കട്ടിലിൻ്റെ സൈസിനനുസരിച്ച് ബെഡ് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം തൽക്കാലം ഇപ്പോൾ പോവാം. ഇപ്പോൾ തൽക്കാലം കംഫർട്ടർ ലെവലിൽ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പുതിയ ബെഡ് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പെട്ടെന്ന്, കാരണം ഈ കല്യാണ തിരക്കും അതിൻ്റെ കൂടെ ബെഡ് വാങ്ങിക്കാൻ പോലും പിന്നെ ഇക്കാക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതൊക്കെ കൂടി ആയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കാം, പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് നന്നായി തോന്നുന്നു. കാരണം അവിടെ ഹോസ്റ്റലിൽ പോയപ്പം അവിടെ പുറത്തുണ്ടായിരുന്നു കേട്ടോ സെയിൽ ചെയ്യുന്നു. അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവെക്കണം. തലേണ എടുത്തു. പിന്നെ അതുകൊണ്ടാണ് കംഫർട്ടർ സെറ്റ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ കർക്കിടകവാവ് ആയതുകൊണ്ട് അന്നാണ് കല്യാണം നാത്തൂൻ്റെ മോളുടെ. അപ്പം അവൾ ചൊവ്വാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം തിങ്കളാഴ്ച പോയിട്ട് ചൊവ്വാഴ്ച വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിനല്ലേ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ബെഡ് കൊടുക്കാഞ്ഞത്. വാങ്ങിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് വാങ്ങിക്കാം, പെട്ടെന്ന് ഹറിബറിയിൽ വാങ്ങിക്കുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ശരിക്കും പോലെ കിട്ടണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ.
അങ്ങനെ ഇതാ എല്ലാം സെറ്റാക്കി നമ്മൾ പോവാണ്. റോഹിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. റോഹിക്കും റോസുവിന് സങ്കടം ഉണ്ടോയെന്ന് അറിയില്ല. റോസു അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല. റോഹിക്കാണ് തലേന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട്. റീനുവിനെ കൊണ്ടാക്കണ്ട, ഉമ്മ ചീത്ത പറഞ്ഞിട്ടാണ് പോണത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്കാണ് ഉള്ള പണി. അതായത് അവൾ പോകുന്നതുകൊണ്ട് സങ്കടം തീർക്കുന്നത് എൻ്റെ മേത്താണ്. ഉമ്മ ചീത്ത പറയുന്നതുകൊണ്ടാണ് റീനു പോകുന്നത്, ഉമ്മ എന്തിനാ ചീത്ത പറഞ്ഞൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറച്ച് എനിക്ക് കേൾക്കാം എന്താണെന്നുള്ളത്. അപ്പം ഇങ്ങനെ കരയണമുണ്ട്, പറയണമുണ്ട്. അങ്ങനെ റോസ് സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. റോസിന് സ്കൂളുണ്ടായിരുന്നു, അവളെ സ്കൂളിലാക്കി, മീൻസ് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും റൂഹി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. റീനെ കൊണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. രാവിലെ തന്നെ കരയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ആ സമയമാകുമ്പോഴേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ അവൾ കരയും. റോസിൻ്റെ പോലെ ആവില്ലല്ലോ അവൾ. അങ്ങനെ പിന്നെ ഇവിടെ 8:30 എത്താൻ പറഞ്ഞതാണ്. പിന്നെ ഇക്കാൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫ്രഷേഴ്സിന് വന്നവർക്കുള്ള അവരുടെ പാരൻസൊക്കെ കൂടി വരുന്ന അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ട് രാവിലെ. അപ്പം പക്ഷെ ഞങ്ങൾ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, കാരണം അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി അത്രയും നേരം നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ എന്ന് അവർ പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ലേറ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങളൊരു 11 ആയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. ഫംഗ്ഷൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം കാര്യം പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ ഫംഗ്ഷൻ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അത്രയും ക്രൗഡിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്റ്റലിൽ ഇനിയിപ്പോൾ ബെഡ് കൊണ്ടിടണം അങ്ങനെയൊക്കെ. പിന്നെ ഇക്കാക്കാണെങ്കിലും കുറേ നേരം നിൽക്കുമ്പോഴേക്കും തല കറങ്ങുന്ന അങ്ങനത്തെ ഒക്കെ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ പോകുമ്പോൾ കുറേ നേരം നിൽക്കേണ്ടി വരും, അവിടെ സീറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്നു. അങ്ങനെയാണ് ഈ ഒരു ബെഡ് മാട്രസ് ഇവിടെ കണ്ടത്. അപ്പോൾ പിന്നെ അവിടുന്ന് മാട്രസ് വാങ്ങിച്ചു. ഇത് പിന്നെ അവിടുത്തെ കട്ടിലിൻ്റെ ആ സൈസിലുള്ള മാട്രസ്സാണ്. അങ്ങനെ മാട്രസ് വാങ്ങിച്ച് ഞങ്ങൾ കാറിൽ കയറി ഹോസ്റ്റലിലോട്ട് പോയപ്പോൾ ഹോസ്റ്റലിലുള്ള എല്ലാവരും വാർഡനൊക്കെ ഇവിടെ ഫംഗ്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാട്രസ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അതിലാണ് സാറ് പറഞ്ഞത് നമ്മളുടെ വിമൽ ഗോവിന്ദൻ ടീം ജെൻട്രാബോട്ടിക്സ്. ഇനി ഞാനത് കൂടുതൽ പറയുന്നില്ല, സാർ ആ കഥ ഫുള്ളായിട്ട് സാറോട് എക്സ്പ്ലെയിൻ ചെയ്തു. അത് നിങ്ങൾക്കൊരു പാഠമാകട്ടെ. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇന്ന് അഡ്മിഷൻ എടുത്ത നിങ്ങളിലും ഒരുപാട് വിമൽ ഗോവിന്ദൻ ടീമും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് പറയാൻ മറന്നു, ഇന്ന് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ് ഇവിടെ. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഓറിയൻറ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റീനുവിൻ്റെ റീനു എടുത്തിട്ടുള്ളത് BBA ആണ്. അപ്പം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഓറിയൻറ്റേഷനായിട്ട് നമ്മളിതാ അവിടുത്തെ കോളേജ് ബസ്സിൽ കയറി. ഇക്ക ഇവിടെ ആയിരുന്നല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക പഠിച്ച സമയത്ത് ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അത് എപ്പോഴാണ് കയറുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓറിയൻറ്റേഷൻ നടക്കുന്നത് വേറൊരു ക്യാമ്പസിലാണ്. അതായത് ഇവരുടെ MBA ഒക്കെ വേറെ, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വേറെ സ്ഥലത്താണ്, ഈ ഒരു ക്യാമ്പസിലല്ല. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ അവിടേക്ക് ബസ്സിൽ തന്നെ പോകണം, അത്യാവശ്യം ദൂരമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അവിടേക്ക് പോവാണ്. പിന്നെ റീനു പണ്ട് മുതലേ നമ്മൾ UAE-ലായതുകൊണ്ട് തന്നെ അങ്ങനെ സ്കൂൾ ബസ്സിൽ പോവുക വരിക അങ്ങനത്തെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടൊന്നും ശീലമില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ശീലിപ്പിക്കണം. ഇപ്പം ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട്, ഡ്രൈവിങ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, ഇപ്പം ലൈൻ ബസ്സിൽ പോയി വരുന്നിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് പോയി വരുന്നുണ്ട്. അങ്ങനെ ശീലിപ്പിക്കണം. കാരണം നമ്മളെപ്പോഴും കുട്ടികളെങ്ങനെ അടുക്കി പിടിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് പ്രാപ്തരാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിൻ്റെ ഹോസ്റ്റലിലാക്കുന്നത്. വേണമെങ്കിൽ അവർക്ക് വീട്ടിലോട്ട് വരാമല്ലോ ലൈൻ ബസ്സിൽ. അങ്ങനെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഉള്ള ആ ഓറിയൻറ്റേഷനും കഴിഞ്ഞു. അത് അത്യാവശ്യം സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ, എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ ഇവിടെ എത്തി, കോളേജിലെത്തി. അതും കോളേജ് തന്നെയാണ്, ഇത് മെയിൻ ക്യാമ്പസ് ഫംഗ്ഷൻ നടക്കുന്നിടത്തിട്ടോ. അവിടെ എത്തി. പിന്നെ ഇവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര കെയറിങ് ആയിരുന്നു പപ്പാന്, റോഹിക്ക്. പതുക്കെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഹോസ്റ്റലിൽ റീനാക്കിയിട്ട് ഞങ്ങൾക്ക് പോകണം, അങ്ങനെ വിചാരിക്കണം കേട്ടോ. റൂം കാണിച്ചെടുത്ത്, റൂമിൽ നിന്നിട്ടോ, റൂമിൽ കേട്ടോ.
ഇപ്പോൾ ഒരു 1 വീക്കായി അവൾ ഹോസ്റ്റലിൽ നിൽക്കുന്നു. എന്താ പറയുക, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഫ്രണ്ട്ലിയാണ് കേട്ടോ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും. പിന്നെ ഹോസ്റ്റൽ ഇതാ ഈ സൗകര്യമാണ്, ഒരു റൂമിൽ 4 ബെഡും പിന്നെ സ്റ്റഡി ടേബിളും ഉള്ളത്. അവൾക്ക് പിന്നെ അവളുടെ റൂമൊക്കെ നല്ല സെറ്റാക്കണം അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടാണ്. അപ്പോൾ ഞാനും പോയിട്ട് ഞങ്ങളൊന്ന് സെറ്റാക്കി കൊടുത്തു, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കൊടുത്ത്. ടേബിളിൽ ഇനി ടേബിൾ ക്ലോത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിരിക്കാനുണ്ടൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബെഡ് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് എന്നാലും കുറച്ച് സൈസ് കൂടുതലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇനി ഇവളടക്കം 4 പേരാണ് ഒരു റൂമിലുള്ളത് കേട്ടോ. പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഫുഡ് ഇപ്പം ഒരു 1 വീക്കായിട്ട് അവളവിടെ നിൽക്കുന്നുണ്ട്, ഫുഡിനൊക്കെ ഒരു കുറവില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഒരു 1 വീക്ക് കൊണ്ട് ആൾ പറഞ്ഞത് നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ ടെൻഷനായിരുന്നു നിൽക്കുമെന്നൊക്കെ, പക്ഷെ അവൾക്കൊരു കുഴപ്പമില്ല. അവൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ല പോലെയാണ്. പിന്നെ ഡ്രസ്സൊക്കെ അലക്കലൊക്കെ ഇവിടെ വന്നിട്ടാണ്. ഒരു 1 വീക്കിൽ അവൾ വരുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക സ്നാക്കൊക്കെ കഴിച്ചതാണ് പിന്നെ അവിടുന്ന് പോകുന്നത്. എല്ലാവർക്കും ചായയും സ്നാക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വരുമ്പം റൂഹിൻ്റെ കരച്ചിലൊക്കെ ഒന്ന് കണ്ടു നോക്കി. നല്ലോണം കരഞ്ഞിരുന്നു കേട്ടോ വരുമ്പോൾ. റൂഹിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസുവിനേക്കാളും റീനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് അവൾക്ക്. റീനു ആണെങ്കിലും റോസുവിനേക്കാളും ഒന്നുകൂടെ കെയർ ചെയ്യും റൂഹിനെ. അപ്പം അതുകൊണ്ട് ഭയങ്കര ഒരു റിലേഷനാണ് രണ്ടുപേരും കൂടി. അപ്പം കിടക്കുമ്പോഴും ഇവർ രണ്ടാളും നടുവിലാണ് അവൾ കിടക്കുക. അപ്പം അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് ആൾക്ക്, റൂഹിക്ക്. ഇപ്പോൾ ഓക്കെ ആയി, കാരണം ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ അവൾ വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഇനി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. റൂഹി നിൽക്കൂല, റിസ വരും, റിസ വരും. റിസ കുറച്ച് പഠിച്ചിട്ട് വരും, വീട്ടിലേക്ക് വരും പഠിച്ചിട്ട് വാ. പഠിക്കട്ടെ, അവള് പഠിക്കട്ടെ കേട്ടോ. പഠിച്ചിട്ട് സ്കൂൾ കഴിഞ്ഞാൽ വരും വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ. പിന്നെ എന്ത് ചീക്കാറിട്ട് കാര്യമോ? കണ്ണു തട്ടത്. അങ്ങനെ അവിടുന്ന് പോന്നു. ഇനി കല്യാണത്തിൻ്റെ തിരക്കുകളാണ്, കാരണം ചൊവ്വ ബുധനൊക്കെ കല്യാണത്തിൻ്റെ തിരക്കുകളായിരിക്കും. റോസു അവിടെ കാക്കൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ പിന്നെ അവളെടുത്തിട്ട് വീട്ടിലോട്ട് പോന്നു. ഇനി അടുത്ത വിശേഷങ്ങൾ, കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യണ്ട കേട്ടോ ഇൻഷാ അല്ലാ. ബൈ.